ഇതിപ്പോ എന്താ ഇത്? നിനക്കെന്താ പറ്റിയ? ഒന്നുമില്ല. പിന്നെന്താ നിന്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്? അയ്യേ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ട്? എടാ രഞ്ജിത്തെ നാസറ ഒന്നിങ്ങോട്ട് വന്നേ. എടാ എന്താടാ കരയുന്നു? അയ്യേ നീ എന്താ കരഞ്ഞാ? ഇല്ല. എന്താ പ്രശ്നം? പരീക്ഷ പേപ്പർ വീട്ടുകാർ കണ്ടുപിടിച്ച? പിന്നെ അവള് വിളിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അവള് തേച്ചിട്ട് പോയി കാണും. അതൊന്നും അല്ല. എടാ പോട്ടെടാ, അനിയത്തി ബ്രോ നല്ല സിനിമയാടാ. ഇവന്മാർക്ക് വട്ടാണ്. റോസി ആന്റി നീ സംസാരിച്ചിട്ട് എടുക്കടാ. ഹലോ, ഞാൻ വില്ലയിലുണ്ട് ആന്റി. നാളെ വൈകുന്നേരേ ഫ്രണ്ട്സിനെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വാ, ചെറിയൊരു പരിപാടിയുണ്ട്. ശരി ആന്റി. ശരി ആന്റി. എടാ രാശ നമ്പർ ഒന്ന് കാണാം. കുറേ ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി നീയൊക്കെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി തരായിരുന്നാ മതി. ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി? എടാ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോ ഫുഡ് നിങ്ങൾ എത്തിയോ? ഓ താങ്ക് യു. ഇതെന്റെ ഫ്രണ്ടോ? ഹലോ. അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആ ഇതെന്റെ മകൻ റോഷൻ, UK മെഡിസിന് പഠിക്കുന്നു. ഓ ഹായ് റോഷൻ. ഹലോ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇവിടെ പഠിക്കുവാണല്ലേ? ആ എഞ്ചിനീയറിംഗ്. ഓ ഞാനും. ആ നൈസ്. വാ 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 എല്ലാരും വാ. ഇറ്റ്സ് ടൈം ഫോർ പാർട്ടി. കം കം കം. വാ. നീ എന്താ അവളോടൊന്നും മിണ്ടാത്തത്? നീ എന്നോട് തിന്നാൻ വന്നല്ലേ? ബാ ഇപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കും. ഓഹോ, നമുക്ക് അവിടെ ഇരിക്കാം ചാലു. ഐ തിങ്ക് ചിക്കൻ ഈസ് സ്പൈസി. അത്രയ്ക്കൊന്നുമില്ല. ഓ സോറി നീ പിന്നെ ഇരുവിൻ്റെ ആളാണല്ലോ, എനിക്കൊന്നും പ്രശ്നമേ ഇല്ല. ചേട്ടാ കേക്ക് ഉണ്ടാ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. കണ്ടുകൊണ്ടിരുന്ന പിന്നെ കഴിക്കേണ്ടി വരും. നീ ചിക്കൻ കഴിച്ചാ? കുറച്ചരിവുണ്ട്. എന്ത്? ഡാ സത്യം പറ, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ആണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇനി ഇത് അമ്മാരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നൊരു കള്ളം പറഞ്ഞു. ശരിക്കും ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുന്നുള്ളൂ. ഇല്ലളിയാ, ഞാനായിട്ട് ആരോടും പറയാൻ പോകില്ല. കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മളോടൊന്നും പറയാതെ ഇവനെ ഒളിപ്പിച്ചോണ്ട് നടന്നല്ലേ? സംഗതി കാണിച്ച് ചറ്റത്തരാണെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇവനൊരു ഊളിയാണെന്ന് അവള് വിചാരിക്കണ്ട. അതെ അല്ലേ? അല്ല അല്ല, അവനെ കാണാൻ എങ്ങനെയാ? അവനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, അവൻ്റെ കയ്യിലേ തൈക്കോണ്ടോ അല്ലെങ്കിൽ കുംഫു അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ കയ്യിലുണ്ട്. കോണ്ടോ? തൈക്കോണ്ടോ, ഇടി, ഇതൊന്നും അറിയില്ലല്ലേ? എത്ര ഉള്ള നീങ്ങ ഒന്ന്. അതെ, നമ്മൾ 4 പേരും അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ച് പുറത്തിട്ട് 3 അങ്ങ് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ എല്ലാ രസമായിരിക്കും. എടാ അവൻ 5-6 പേരടിച്ച് പരിപ്പാക്കിയതാണ്. നീ കണ്ടാണോ? അല്ല നല്ല പേടിയാണ്. അങ്ങനെയാണെ വേണ്ട, വേറെ പ്ലാൻ ചെയ്യാം. പിടിക്കാം. ആ പണിയുണ്ട്. ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുതരാം. കിട്ടും, പിന്നെ കിട്ടും. രാത്രിയല്ലേ? അപ്പൊ അവനെ പിടയ്ക്കാം. അളിയ നീ കൂടെ നിൽക്കുവോ? നിക്കും. എടാ ഇവൻ അവനെ തട്ടിയ നീ പുറകിൽ നിന്ന് കത്രയെ പോട്ടിടണം. എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് പറിച്ചേക്കണം. സോറി. അവൻ നമ്മളെ തിരിച്ചടിച്ചാലോ? ഇടി തുടങ്ങിയ പിന്നെ അവന് ഇടി കൊള്ളാനല്ലാതെ തിരിച്ചിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല. അതെ ഞാൻ ഇപ്പോൾ വരാം. നീ ഇവിടെ ഇരിക്കും. ഓക്സിജൻ എടുക്കാനായിരിക്കും. ഇത് കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ.
എടാ, ഇത് കണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അതെ പോണോടാ കത്രിക എന്തൊരു പ്രശ്നം? ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ കത്രിക എങ്ങനെ എടാ ഇങ്ങനെ പിടി ഇവന്മാര്. അതങ്ങനെ ശരിയാവുക? ഞങ്ങൾ സോറി സോറി പറയാറാ നീ ഞങ്ങളോട്. ഞാൻ ഇന്ന് എന്റെ വേട്ടവളിയും വരെ തല്ലുന്നോടാ. സ്മോക്ക് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലേ? രാജേഷേ